ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ പുതിയ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു സാധാ സീലിംഗ് ഫാൻ BLDCയിലോട്ട് കൺവെർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ട കിറ്റും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതിനാദ്യം ഇത് നമുക്ക് അഴിച്ച് താഴെ ഇറക്കണം. അങ്ങനെ ഫാൻ നമ്മൾ അഴിച്ച് താഴെ ഇറക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലീഫെല്ലാം അഴിച്ചു മാറ്റിയിട്ട് ഈ ഒരു മോട്ടോർ ഭാഗം മാത്രം ആക്കണം. അതിനുവേണ്ടി നമുക്ക് ലീഫെല്ലാം ഒന്ന് അഴിച്ചു മാറ്റാം. അപ്പോൾ നമ്മളതിൻ്റെ ലീഫും കാര്യങ്ങളെല്ലാം അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഫാൻ മാത്രമാക്കി, ഫാനിൻ്റെ മോട്ടോർ മാത്രമാക്കി. ഇനി നമുക്ക് ഈ സ്ക്രൂ അഴിച്ചെടുത്ത് ഫാനിൻ്റെ കവർ ഒന്ന് ഊരി ഇതിനകത്ത് വൈൻഡിങ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം. കിറ്റ് ഞാൻ വാങ്ങിച്ചതും ഡീറ്റെയിൽസൊക്കെ അഴിച്ചു കഴിയുമ്പോൾ പറയുന്നു. BLDC ആക്കുന്നതിലൂടെ നമുക്ക് നല്ലൊരു ശതമാനം കറണ്ട് ചാർജ് ലാഭിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫാൻ അഴിക്കുന്നത് തന്നെ. ഫുൾ യൂട്യൂബിലെ വീഡിയോ നോക്കി മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു തരിക. പറയാൻ വിട്ടുപോയി, ഇത് അഴിച്ച് മാറ്റുന്നതിന് മുമ്പ് ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളെല്ലാം അഴിച്ചു മാറ്റി ഇത് ഫ്രീ ആക്കണം. ഇനി അത് ചെയ്യാം. വയറൊക്കെ അഴിക്കുന്ന മുമ്പ് ഒരു ഫോട്ടോ എടുത്ത് വെക്കണം. ഇല്ലെങ്കിൽ എവിടെ കൊടുത്തേക്കണം എന്നൊക്കെ പിന്നീട് രണ്ടാമത് ഫിറ്റ് ചെയ്യേണ്ടി വന്നാൽ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ ബാക്കി എൻ്റെ കപ്പാസിറ്ററും കാര്യങ്ങളെല്ലാം അഴിച്ച് മാറ്റിയിട്ടുണ്ട്. വയറെല്ലാം അതിനകത്ത് ഇതൊക്കെ ഇങ്ങനെ ഇപ്പം പുറത്തോട്ടാണ് ഊരി പോരേണ്ടത്. പിന്നെ നമ്മൾ നേരത്തെ ഊരി വെച്ച സ്ക്രൂ എല്ലാം ഊരിയെടുക്കാം. ഇപ്പോൾ തന്നെ ലൂസായിട്ടുണ്ട്, സൗണ്ട് കേൾക്കാമല്ലോ. തല തിരിച്ച് പതിയെ ഒന്ന് തട്ടിയാൽ മതി. ഇട്ട് പോന്നിട്ടുണ്ട്. ഉണ്ടോ, ഇതിങ്ങനെ ഊരി പോന്നു. ഇതാണ് ഇതിൻ്റെ കോയിലും കാര്യങ്ങളൊക്കെ. ഇതാണ് നമുക്ക് മാറ്റേണ്ടത്. ഈ മാഗ്നറ്റ് മാറ്റും. ഇത് മാറ്റിയിട്ട് നമ്മൾ പെർമനൻറ്റ് മാഗ്നറ്റ് വെക്കും. അപ്പോൾ ഇത് നമുക്ക് തൽക്കാലം ആവശ്യമില്ല. ഇത് കൂടി ഊരിയെടുക്കണം. അപ്പോൾ നമ്മളിതെല്ലാം അഴിച്ച് പീസാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കവർ ഊരിയെടുത്ത് ഇതിനകത്തൊരു സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ അകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കോയിലും കാര്യങ്ങളെല്ലാം ഊരിയെടുത്തിട്ടുണ്ട്. 2 ബെയറിങ്ങും ഇതിൽ തന്നെ കവറിൽ തന്നെ ഉണ്ട്. ഇനിയാണ് നമുക്ക് നമ്മുടെ ഫിറ്റിംഗ് തുടങ്ങേണ്ടത്. ഇതാണ് നമ്മുടെ കവറ്. കവറിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഞാനൊന്ന് പൊട്ടിച്ച് നോക്കിയായിരുന്നു. അതിന് രണ്ടാമത് സീൽ ചെയ്തതാണ്. ഫാനിൻ്റെ ഒരു കവറ് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രധാന ഭാഗം, ബോർഡ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 12 വോൾട്ട് DC-യിലും പ്രവർത്തിക്കും. നമ്മുടെ സാധാ 220 വോൾട്ട് AC-യിലും പ്രവർത്തിക്കും. പിന്നെ ഒരു കവർ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ റിമോട്ടിൽ കുറച്ച് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. റിമോട്ട് പെയർ ചെയ്യേണ്ടതുണ്ട്, അതും കാണിച്ചു തരാം. പിന്നെ ഇതാണ് ഇതിൻ്റെ കോയിൽ. ഇതിൻ്റെ മാഗ്നറ്റാണ്. ഇതാണ് ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് ഇതിനകത്ത് വരുന്നത്. ഈ മാഗ്നറ്റിലാണ് ഇത് ഇങ്ങനെ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കോയിലിന് പകരം നമ്മൾ ഈ കോയിലാണ് ഫിറ്റ് ചെയ്യണത്. ഈ ഇൻഡക്ഷൻ മാഗ്നറ്റിന് പകരം നമ്മൾ ഈ പെർമനൻറ്റ് മാഗ്നറ്റ് ഉപയോഗിക്കും. അങ്ങനെയാണ് ഇത് ഈസി ആയിട്ട് കൺവെർട്ട് ചെയ്യണത്. ഇത് എവിടുന്നാണ് മേടിച്ചെന്നും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഫോൺ നമ്പർ കൊടുത്തേക്കാം. അദ്ദേഹത്തിന് വിളിച്ച് തിരക്കിയാൽ മതി, വാട്സപ്പ് ചെയ്താൽ മതി. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു തരും. എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും അദ്ദേഹത്തിനോട് ചോദിച്ചാൽ മതി. അദ്ദേഹം ഇതുപോലെ ഒരുപാട് വർക്ക് ചെയ്യുന്നതാണ്. ഞാനത് വീഡിയോ ഇട്ട് ഇത് വർക്ക് ചെയ്ത് ഒരാഴ്ച ശേഷം ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. എങ്ങനെ വർക്കിംഗ് ഉണ്ടോ നല്ലതാണെന്ന് മാത്രം നോക്കിയിട്ട്. എന്നിട്ട് മാത്രം നിങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചാൽ മതി. അദ്ദേഹത്തിനൊരു യൂട്യൂബ് ചാനലുണ്ട്. ഇതിലെല്ലാ ഡീറ്റെയിൽസ് ആയിട്ട് ഇതെങ്ങനെ ഫിറ്റ് ചെയ്യണം എല്ലാ കാര്യവും അതിൽ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ഇത് എല്ലാവർക്കും ഈസിയാണ്. ഞാൻ അത് നോക്കിയാണ് ചെയ്യുന്നത് പോലും. അതുകൊണ്ട് നമുക്കിതെങ്ങനെ ഫിറ്റ് ചെയ്യണം നോക്കാം. ഈ ഒരു ഭാഗം നമ്മുടെ ഫാനിൻ്റെ നേരത്തെ ഇൻഡക്ഷൻ മോട്ടർ ഇടുന്നില്ലേ, അവിടെ ഇത് നല്ലപോലെ ഫിറ്റ് ചെയ്യണം. ഇവിടെ ഇങ്ങനെ. അപ്പോൾ ഇനി വേണ്ടാത്ത വശം ഗ്രൈൻഡ് ചെയ്ത് കളയണം. അതിനാണ് ഈ ഒരു പോർഷൻ കൊടുത്തേക്കുന്നത്. കറക്റ്റ് ഫിറ്റ് ആയിരിക്കണം. ബാക്കി നമുക്കത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇതുപോലെ ഫിറ്റ് ചെയ്യണമെന്ന്. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ഒരു ഭാഗം കണ്ടോ ഇങ്ങനെ വെച്ച് നോക്കി.
ഉണ്ടോ, സൈഡൊന്നും ഗ്രൈൻഡ് ചെയ്യേണ്ടി വന്നില്ല. ഇതേതാണ്ട് ഇതിന് കറക്റ്റ് അളവ് തന്നെയായിരുന്നു, കറക്റ്റ് ഫിറ്റാണ്. ഞാനിപ്പോൾ വെച്ച് കോയിലെല്ലാം വെച്ചൊന്ന് നോക്കി, മുട്ടണമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇതൊന്ന് വെച്ച് ഇതിലോട്ടൊന്ന് ഉറപ്പിക്കണം. കണ്ടോ, എല്ലാം കറക്റ്റായി, ഗ്യാപ്പ് ഒട്ടും ഉണ്ടാകരുത്, എല്ലാം നല്ല ഒരേ ലെവലിലായിരിക്കണം. ഇതിലാണ് ഇതിൻ്റെ കാര്യം. ഇത് കറക്റ്റ് ഫിറ്റായി. ഇനി നമുക്ക് ഇതൊന്ന് ഉറപ്പിക്കാം. ഇനി നമ്മൾ നേരത്തെ ഫിറ്റ് ചെയ്ത പോലെ തന്നെ ഒരു സ്പ്രിങ് ഇട്ടിട്ട് ഇതിലിട്ടിട്ട് നല്ല ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. നല്ലപോലെ പിടിച്ചൊന്ന് അടിച്ച് ഫിറ്റാക്കുക. പിന്നെയാണ് ഇതിൻ്റെ പ്രധാന ഭാഗം. ഇത് നമ്മൾ എയർ ഗ്യാപ്പ് എന്ന് പറയും, ഈ രണ്ട് ഗ്യാപ്പുകൾ തമ്മിൽ. ആ ഗ്യാപ്പിന് നമുക്ക് എന്തെങ്കിലും ഷിമ്മായിട്ട് എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്തിട്ട് വേണം ഇത് ഉറപ്പിക്കാനായിട്ട്. അതിനായിട്ട് ഞാനൊരു വിസിറ്റിംഗ് കാർഡ് പോലത്തെ 4 ഒരേപോലത്തെ വിസിറ്റിംഗ് കാർഡ് എല്ലാ വശത്തും ഇതേപോലെ വെച്ച് കൊടുത്തുകൊണ്ട് ഇതിങ്ങനെ കയറ്റി ഫിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിതേപോലെ ഒരു വിസിറ്റിംഗ് കാർഡ് വെച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതെല്ലാം ഈ സൈഡിലെല്ലാം നല്ലപോലെ ഉറപ്പിച്ചിട്ട് ഇത് ഉണ്ടോ, വിസിറ്റിംഗ് കാർഡെല്ലാം നല്ല ഫ്രീ ആണെന്ന് ഉറപ്പ് വരുത്തണം. ഈ സൈഡെല്ലാം നമ്മൾ ഫ്ലെക്സ് ക്യൂക്ക് വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പം ഫ്ലെക്സ് ക്യൂക്ക് ഒഴിച്ച് നല്ലപോലെ ഫിറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷിമ്മെല്ലാം ഊരി മാറ്റാം. ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ടോ എന്ന് നോക്കണം. ഉണ്ടോ, എവിടെയും മുട്ടുന്നില്ല, നല്ല ഫ്രീ ആയിട്ട് തന്നെ കറങ്ങുന്നുണ്ട്. ഇത് ഉറപ്പ് വരുത്തണം എല്ലാ വശത്തും വരയണില്ലെന്ന്. ഉണ്ടോ, ഇതാണ് ഇതിൻ്റെ സെറ്റിങ്. ഇത്രയും അതിന് സെറ്റിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ കവർ ഫിറ്റ് ചെയ്താൽ മതി. കവർ ഫിറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു കാല് കണ്ടോ, അവിടെ തന്നെ ഇവിടെ ഒരു കാലുണ്ട്. അങ്ങനത്തെ ഉള്ളതുകൊണ്ട് ഈ വെട്ടിൽ കയറി കിടക്കണം. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് എളുപ്പമുള്ളൊരു മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കാലിൻ്റെ നേരെ തന്നെ ഈ സ്ക്രൂ വരുന്നതുണ്ടോ. അപ്പോൾ ഇതേപോലത്തെ ഒരു പൊസിഷൻ ഇവിടെയുണ്ട്, കണ്ടോ, ഇവിടെ കണ്ടോ. അപ്പോൾ ഈ സ്ക്രൂ ഇവിടെ വന്നു, അതായത് ഇങ്ങനെ ഇത് കറക്റ്റായിട്ട് ഇവിടെ വരുന്ന രീതിയിൽ ഇത് ഫിറ്റ് ചെയ്യണം. അതിന് മുമ്പായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് കുറച്ച് ലൂസുണ്ട്, ഇത് ഇത്രയും കനയില്ല. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഓരോ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഫിറ്റ് ആക്കണം. എന്നിട്ട് വേണം ഇതിലോട്ട് കയറ്റാനായിട്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡബിൾ സൈഡ് ടേപ്പ് എല്ലായിടത്തും ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്, കുറച്ച് ഫിറ്റായിട്ടിരിക്കാനായിട്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ സ്ക്രൂവിൻ്റെ നേരെയുള്ള വശം ഈ ഒരു കട്ടിങ് ഇവിടെ തന്നെ കറക്റ്റായിട്ട് അതിനകത്ത് കയറ്റുക. വേറെ അതിനകത്ത് ഫിറ്റിംഗ് ഒന്നുമില്ല. ആദ്യം ഇത് ഇതിനോട് വഴി എടുക്കുക. അതിന് മുമ്പായിട്ട് പറയേണ്ട, ബെയറിങ്ങിന് മുമ്പായിട്ടൊരു വാഷ് ഉണ്ടായിരുന്നു, അത് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഫിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ പറയാൻ മറന്നുപോയ കാര്യം എന്ന് വെച്ചാൽ, കുറച്ച് ഫിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നു. അതായത് അടിയിലത്തെ ഈ സ്പ്രിങ് അത് വേണ്ടായിരുന്നു. സ്പ്രിങ് ഇട്ട് കഴിഞ്ഞാൽ ഇത് ജോയിൻ്റ് ആകുന്നില്ല, കുറച്ച് പൊക്ക കൂടുതലുണ്ട്. ആ സ്പ്രിങ് എടുത്ത് മാറ്റി, ഇപ്പോഴേക്കും എല്ലാം കറക്റ്റായി. ഇപ്പോൾ കണ്ടത് സ്മൂത്തായിട്ട് കറങ്ങുന്നുണ്ട്, യാതൊരു സൗണ്ട് കാര്യങ്ങളൊന്നുമില്ല. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യണം. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സ് അതാണ്. ഇത് വയറിങ്ങിന് എടുക്കുക, ബോർഡൊക്കെ വേണം, എല്ലാം നല്ല ഈസി കപ്ലിംഗ് ആണ്. അതുകൊണ്ട് അതിന് മുമ്പായിട്ട് ഈ ഒരു ഭാഗം വേണം, ഇത് ഇതുവഴി കയറ്റിയിട്ട് ഇത് ഇതിലൊന്ന് ഉറപ്പിക്കണം. ഉണ്ടോ, ഇതിൽ ഉറപ്പിച്ചിട്ട് വേണം പിടിപ്പിക്കാനായിട്ട്. ഇതിൻ്റെ മുകളിൽ വേണം ബോർഡ് പിടിപ്പിക്കാനായിട്ട്. ശ്രദ്ധിക്കുക, ബോൾട്ട് വരുന്നതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് വേണം. ബോൾട്ട് ഇങ്ങനെയാണ് ഇടണമെങ്കിൽ ഇവിടെ വേണം ഇത് വരാനായിട്ട്, ഈ ഒരു ഭാഗം. അപ്പോൾ നമ്മളിത് എല്ലാമായിട്ട് ഫിറ്റ് ചെയ്ത്, ഇത് ഒരു ചെറിയ 2 സ്ക്രൂ കൊടുത്ത് ഇതിലോട്ട് ഫിറ്റ് ചെയ്ത് 12 വോൾട്ട് DC. ഇത് നമുക്ക് തൽക്കാലം ആവശ്യമില്ല, ബാറ്ററിയിൽ നിന്ന് കൊടുക്കാനാണെങ്കിൽ മതി. നമ്മളിപ്പോൾ സാധാ കറണ്ടിൽ നിന്നാണ് കൊടുക്കുന്നത്. ഇത് ഫാനിൽ നിന്ന് ഉള്ളിൽ നിന്ന് വയർ ഇതിലോട്ട് പ്ലഗ് ഇൻ ചെയ്താൽ മതി, ഇതുപോലെ. നല്ല ഈസി ഫിറ്റിംഗ് ആണ്. ഓക്കെ, ഫിറ്റായിട്ടുണ്ട്. ഇനിയുള്ള ഈ വയറെന്ന് വെച്ചാൽ നമ്മുടെ ഫാനിൽ നിന്ന് വരുന്നില്ലേ, ആ വയറിലോട്ട് കൊടുത്ത് നമുക്ക് ഫിറ്റ് ചെയ്യാം. ഈ കവർ വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ നമ്മുടെ ഫാനിൻ്റെ ഒറിജിനൽ കവർ ഉണ്ടല്ലോ അതിൽ തന്നെ ഫിറ്റ് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഇത് നമുക്കൊരു ടേപ്പ്, ഇൻസുലേഷൻ ടേപ്പ് ചെയ്ത് ഇവിടെ തന്നെ വെച്ചേക്കാം. ഇത് നമ്മൾ നേരിട്ട് ഫാറണ്ടിൽ ഫിറ്റ് ചെയ്യുന്ന മുമ്പായിട്ട് നമ്മൾ സാധാ ഒരു വയർ കൊടുത്തിട്ട് വെളിയിൽ വെച്ച് തന്ന് വർക്ക് ചെയ്ത് നോക്കും. കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം ലീഫും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട്. ടെമ്പററി ആയിട്ട് ഒരു വയർ കൊടുത്ത് നമുക്ക് പുറത്ത് പ്ലഗ് ചെയ്യുന്ന വർക്ക് ചെയ്യിക്കാം. ഇതാണ് ഇതിൻ്റെ റിമോട്ട് വരുന്നത്. റിമോട്ടിൽ ബാറ്ററി ഇല്ല, നമ്മൾ 2 ബാറ്ററി, ചെറിയ സൈസ് റിമോട്ട് ബാറ്ററി മേടിച്ചിട്ടുണ്ട്, ബാറ്ററി ഇട്ടിട്ടുണ്ട്.
ഉണ്ടോ, വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇനി നമുക്കിത് കറണ്ടേ കൊടുത്തിട്ട് നോക്കാം. നമ്മളിപ്പോൾ കറക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പെയർ ചെയ്യണം. പെയർ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം റിമോട്ട് ഞെക്കിക്കൊണ്ട് വേണം സ്വിച്ച് ഓൺ ആക്കാനായിട്ട്. ഉണ്ടോ, ഒരു സൗണ്ട് കേട്ടു, 2 സൗണ്ട് കേട്ടു. ഇപ്പോൾ റിമോട്ട് പെയറായി. ഇനി നമുക്ക് ഒന്നാമത്തെ സ്പീഡ് ഇട്ട് നോക്കാം. നല്ല രീതിക്ക് തന്നെ കറങ്ങുന്നുണ്ട്. രണ്ടാമത്തെ ഇട്ട് നോക്കാം. മൂന്നാമത്തെ ഇട്ട് നോക്കാം. ഓഫ് ചെയ്ത് നോക്കാം. ഓഫായിട്ടുണ്ട്. എല്ലാം സക്സസ് ആണ്. ഇനി നേരെ ഫിറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യം എന്തെന്ന് വെച്ചാൽ ഈ റെഗുലേറ്ററിൻ്റെ ആവശ്യമില്ല. റിമോട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. 5ാമത്തെ സ്പീഡിലിട്ടാൽ മതി. പക്ഷെ അറിയാതെ ആരെങ്കിലും എടുത്ത് തിരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും. അതുകൊണ്ട് തന്നെ ഞാനിത് അഴിച്ച് ഡയറക്റ്റ് കൊടുത്ത് ഇപ്പോൾ റെഗുലേറ്ററുമായിട്ട് കണക്ഷൻ ഇല്ല. നമ്മൾ സ്വിച്ച് ഓണാക്കാൻ പോവുകയാണ്. ഓണാക്കിയിട്ടുണ്ട്. ഒരു ബീപ്പ് സൗണ്ട് കേട്ട് ഫാൻ ഫിറ്റിങ്ങിനാണ്. ഒന്നാമത്തെ ഇടാം. ഒന്നിൽ തന്നെ നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ ഒരു 3-ലിടുന്ന സ്പീഡൊക്കെ ഉണ്ട്. 2-ലിടാം. ഇപ്പോൾ തന്നെ നേരത്തെ 5-ലുണ്ടായിരുന്ന ഫുൾ സ്പീഡിലാണ് ഇപ്പോൾ 4-ൽ കിടക്കണം. ഇനി 6 വരെ കിടപ്പുണ്ട്. ഇത് തന്ന അദ്ദേഹം പറഞ്ഞത് ഫുൾ സ്പീഡിൽ ഇടണ്ട, ഫാനിന് കുറച്ച് വെയിറ്റ് ഉണ്ടെന്നാണ്. മാക്സിമം 5 വരെ ഇട്ടാൽ മതി എന്നാണ്. ഇപ്പം 4 ഇട്ടിട്ടുള്ളൂ. 5 കൂടി ഇട്ട് നോക്കാം. നല്ല സ്പീഡെന്ന് വെച്ചാൽ നല്ല കാറ്റുണ്ട്. വലിയ സൗണ്ടും ഇല്ല. നേരത്തെ കുറച്ച് സൗണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒട്ടും തന്നെ സൗണ്ട് ഇല്ല ഫാനിന്. ആ ഒരു എയറിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ. നമുക്ക് ഓഫ് ചെയ്യാം. റിമോട്ടിൽ കുറച്ച് ഫങ്ഷൻസ് ഒക്കെ കാണുന്നുണ്ട്. ഇതിൽ ഈ സ്മാർട്ട് എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ ഇല്ലേ, ഈ സ്മാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണായി കഴിഞ്ഞാൽ ഓരോ മണിക്കൂർ കൂടുമ്പോഴേക്കും കുറഞ്ഞ് രാവിലെ ആകുമ്പോഴേക്കും ലോ സ്പീഡിലെത്തും. പിന്നെ 1 hour 2 hour 4 hour 6 hour 8 hour ഇതൊക്കെ ഞെക്കി കഴിഞ്ഞാൽ അത്ര സ്പീഡ് കഴിയുമ്പോൾ ഓഫ് ആവും. ഫുൾ സ്പീഡ് വേണമെങ്കിൽ നേരെ ഫുൾ സ്പീഡ്. എല്ലാത്തരം സെറ്റപ്പും ഉണ്ട്. ഇപ്പോൾ ഈ ഫാൻ BLDC ആക്കിയതിൻ്റെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫാൻ അഴിച്ച് തന്നെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്